എൻ്റെ നാട്ടിൽ ഇൻട്രോവേർട്ടും എന്നെ അറിയാവുന്നവരുടെ മുമ്പിലും പുറത്തുമെല്ലാം ആംബിവേർട്ടോ എക്സ്ട്രോവേർട്ടോ ആയിട്ടുള്ള ഞാൻ എൻ്റെ നാട്ടിൽ നടത്തിയ ഒരു യാത്രയെ കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഓണം നമ്മുടെ കേരളത്തിൽ പല നാടുകളിൽ പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഓണം ആറന്മുള പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത്. ആ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തായിട്ടുള്ള 52 കരകൾ ഒരുമിച്ചാണ് എൻ്റെ നാട്ടിലെ ഓണം ആഘോഷിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ ഓണത്തെക്കുറിച്ച് ആഘോഷങ്ങളുടെ തരങ്ങളെ കുറിച്ച് ഒന്നുമല്ല. എൻ്റെ നാട്ടിൽ ആറന്മുളയിലെ മറ്റേതിനെ പോലെയും പ്രസിദ്ധമായിട്ടുള്ള അഷ്ടമി രോഹിണി വള്ളസദ്യക്ക് എൻ്റെ കരയിൽ നിന്നും വള്ളത്തിൽ പോയ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. വള്ളമെന്നല്ല, പള്ളിയോടമെന്നാണ് പറയാറ്. അപ്പൊ നേരത്തെ പറഞ്ഞ 52 കരകളിൽ പെട്ടിട്ടുള്ള ഒരു പള്ളിയോടമാണ് എൻ്റെ കരയിലേത്. നെടുമ്പ്രയാർ പള്ളിയോടം. പള്ളിയോടങ്ങളിൽ ആദ്യം നിർമ്മിച്ച പള്ളിയോടം. തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയോടം. തിരുവോണത്തോണിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ളതാണ് നെടുമ്പ്രയാറിന്റെ വിശേഷണങ്ങൾ. അങ്ങനെ സ്വന്തമായിട്ട് കരയുണ്ടായിട്ടും അതിലൊരു പള്ളിയോടം ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ പള്ളിയോടത്തിൽ കയറിയിട്ടില്ല. അച്ഛന് വെള്ളത്തിലുള്ള പേടിയായിരുന്നു ആദ്യ കാരണം. പിന്നെ അതിങ്ങനെ വളർന്ന് മറ്റ് പല കാരണങ്ങളായി. ഏതായാലും ഞാനിപ്പോ കയറിയല്ലോ. അങ്ങനെ വള്ളം ആറന്മുളയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ബാഹ്യശക്തിയുടെ പ്രേരണയാൽ ഞാൻ ആ തീരുമാനം എടുക്കുന്നതും അനിയങ്കളിനെ വിളിച്ച് പെട്ടെന്ന് ഓടിച്ചെല്ലുന്നതും. ബാഹ്യശക്തിയെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. അങ്ങനെ വള്ളം പുറപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വള്ളം കുറച്ച് മുമ്പോട്ട് പോയി വെള്ളമുള്ളിടത്ത് വളച്ചിട്ടൊക്കെയാണ് ആറന്മുളയിലേക്ക് പോകുന്നത്. ഏതായാലും വള്ളം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ തൃശ്ശൂർ ഗഡി കസിനും ഉണ്ട്. അവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാഹ്യശക്തി. അവന്റെ പ്രേരണ കൊണ്ടാണ് ഞാനിപ്പോ ഈ വള്ളത്തെ ഇപ്പൊ കയറിയത്. പ്രേരണ എന്ന് പറയണോ കുത്തുവാക്കുകൾ എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കോഴഞ്ചേരിയിലാണ്. ആറന്മുളയ്ക്കടുത്താണ് വീടെന്ന് പറയുമ്പോൾ വള്ളത്തെ കയറിയിട്ടില്ലേ, വള്ളസദ്യ കഴിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്നെ നാണിപ്പിക്കാറുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര ഏതോ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാതെയാണ് നമ്മൾ മറ്റു നാടുകളിലേക്ക് പോകുന്നത്. എൻ്റെ കഴിഞ്ഞ യാത്രകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും അത് തന്നെ തോന്നുന്നുണ്ടാവും. അങ്ങനെ ആവേശകരമായിട്ടുള്ള വഞ്ചിപ്പാട്ടുകളൊക്കെ പാടി അതിനൊത്ത് തുഴയെറിഞ്ഞ് വള്ളം മുമ്പോട്ട് നീങ്ങുന്നു. അപ്പോഴാണ് തുഴയെറിയുന്നവരിൽ നിന്ന് മറ്റൊരു ഡയലോഗ്. എൻ്റെ പൊന്നടാവ് എന്തുവായി പാടുന്നേ, കുറച്ച് സ്പീഡുള്ളത് എന്തെങ്കിലും പാടിക്കൂടെ, എന്നാലേ ആവേശത്തോടെ തുഴയെറിയാൻ പറ്റുമെന്ന്. അങ്ങനെ അതൊക്കെ പരിഗണിക്കാമെന്ന് സമാധാനപ്പെടുത്തുന്നു ചിലർ. അങ്ങനെ എത്ര പേരെ മാനേജ് ചെയ്തുകൊണ്ടാണ് ഈ വള്ളം ഈ പള്ളിയോടെ മുമ്പോട്ട് നീങ്ങുന്നതെന്നറിയാമോ? ഒരു നാടിന്റെ ശക്തിയാണ് ഈ വള്ളത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ പലവിധ സ്വരങ്ങളെയും ഒരു സ്വരമാക്കി വഞ്ചിപ്പാട്ടിൽ ലയിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് ഈ പള്ളിയോടം. ഈ വഞ്ചിപ്പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. കേൾക്കുന്ന നമ്മൾ താളം പിടിച്ചു പോകും. അപ്പോൾ ആദ്യം പറഞ്ഞ നാട്ടുകാരിലെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആ താളം പിടിപ്പിന് കുറച്ച് ശക്തി കുറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു കൊച്ചേട്ടന്റെ സൗണ്ട് കേട്ടത്. വള്ളത്തെ വല്ലപ്പോഴും കയറാൻ വന്നോളും, വഞ്ചിപ്പാട്ടും പാടൂലാന്ന്. അപ്പൊ ഞങ്ങളുടെ താളം പിടിയുടെയും ശബ്ദത്തിന്റെയും കാഠിന്യം കുറച്ചുകൂടി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ദാണ്ടടാ വള്ളം മണ്ണിൽ പൊതഞ്ഞു. ഈശ്വര, ഇതെന്റെ തലയെ വരുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ചെറുക്കൻ പറഞ്ഞു, ഇവിടെ മൊത്തം വെള്ളം കുറവാ ചേട്ടാ, ആറന്മുളയിൽ ഇതുപോലെ തന്നെയാണ്. ഏതായാലും അവൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് കാര്യമായി. അങ്ങനെ കുറച്ചുപേര് പുറത്തിറങ്ങി തള്ളി വള്ളത്തെ വെള്ളത്തിലാക്കി. അങ്ങനെ വഞ്ചിപ്പാട്ടും അതിനൊത്ത് തുഴയെറിഞ്ഞ് വള്ളം വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നാട്ടില് വെള്ളം കുറവുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്നെ സേഫാക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. ഇപ്രാവശ്യം ഈ ഓണ സമയത്ത് മഴ തീരെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഉത്രട്ടാതി ജലമേളയ്ക്ക്, മന്നൻ ട്രോഫി ജലമേളയ്ക്ക് പോകുന്ന സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതായാലും അതിങ്ങനെ മാറിയും മറഞ്ഞും ഒക്കെ വരുമല്ലോ. വള്ളംകളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നെടുമ്പ്രയാറിന് 11ഓളം മന്നൻ ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്. ഇത്തവണ മിസ്സായി. മത്സരമാകുമ്പോൾ അങ്ങനെയാണല്ലോ. എന്തായാലും അടുത്ത തവണ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്തുമെന്നുള്ള പ്രതിജ്ഞയിലാണ് നെടുമ്പ്രയാറ്റിലെ പിള്ളേർ. അങ്ങനെ വള്ളം നമ്മൾ എന്നും കാണാറുള്ള കോഴഞ്ചേരി പാലത്തിന്റെ അടുത്തും കോഴഞ്ചേരി മുട്ടാത്ത പാലത്തിന്റെ അടുത്തും എത്തി. അങ്ങനെ പാലത്തിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോഴഞ്ചേരി മുട്ടാത്ത പാലത്തിന്റെ വലതുവശത്തായിട്ടാണ് ഈ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഈ പമ്പയെ ചുറ്റിപ്പറ്റി എന്തൊക്കെ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ശരിക്കും ഒരു പമ്പാ നദീതട നാഗരികത എന്ന് പറയാം. അങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത കരയായിട്ടുള്ള ചെറിയറമ്പ് പള്ളിയോടം വള്ളസദ്യക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. അങ്ങനെ ആറന്മുളയിലേക്ക് എത്താനുള്ള ദൂരവ്യത്യാസമൊക്കെ വെച്ചിട്ടാണ് ഇവര് വള്ളം പുറപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൂരത്ത് ഉള്ള പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം. അങ്ങനെ ആറന്മുളയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വള്ളം. നെടുമ്പ്രയാർ പള്ളിയോടം ദൂരത്തു നിന്നും വരുന്നത് കണ്ട മല്ലപ്പുഴശ്ശേരി പള്ളിയോടം അവിടെ തയ്യാറായി നിന്നു. ഒപ്പമൊത്തിയതോടെ ഇരുവള്ളങ്ങളും ആവേശത്തോടെ തുഴഞ്ഞ് ഒരുമിച്ച് പാട്ടുപാടി മുമ്പോട്ട് നീങ്ങി. ഉത്രട്ടാതി വള്ളംകളിക്ക് മാത്രമല്ല, ഓരോ നിമിഷവും ഈ നാട്ടുകാർ മത്സരാവേശത്തിലാണ്. ഇതാണ് ഈ നാടിന്റെ ലഹരി. സത്യം പറയാലോ, ഇത് മറ്റൊരു സ്വർഗമാണ്. അങ്ങനെ നമ്മൾ ആറന്മുള ക്ഷേത്ര വള്ളക്കടവിനടുത്തേക്കെത്തി.
ക്ഷേത്രക്കടവിനടുത്തെത്തിയപ്പോഴേക്കും ഭഗവാനെ കാണാൻ തിടുക്കമായെന്നവർ ആവേശഭരിതരായി ഓരോ കരക്കാരും. നമ്മുടെ ഈ യാത്ര അഷ്ടമിരോഹിണി വള്ളസദ്യക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ എന്താണ് അഷ്ടമിരോഹിണി വള്ളസദ്യ എന്ന് മനസ്സിലായോ? മനസ്സിലാക്കാൻ കാര്യമായൊന്നുമില്ല. ഭഗവാന്റെ പിറന്നാൾ നാളിൽ നടത്തപ്പെടുന്ന സദ്യ, അത്രയേ ഉള്ളൂ. ഈ വള്ളസദ്യക്ക് പക്ഷേ എല്ലാവർക്കും പങ്കെടുക്കാം. അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ആരും ഭഗവാന്റെ പിറന്നാൾ സദ്യ കഴിക്കാതെ മടങ്ങരുതെന്നാണ്. എല്ലാവർക്കും സദ്യ ഉണ്ടാവും. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ സദ്യക്കായി ഒരു ഇരിപ്പിടം കണ്ടെത്തുമ്പോൾ കുറച്ച് സമയമാകുമെന്ന് മാത്രം. അതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്ന് വെച്ച് ബാക്കിയുള്ള വള്ളസദ്യകൾ ഇതുപോലൊരു അന്നദാനമായി കരുതരുത്. അത് ഓരോ വഴിപാടുകാരനും സമർപ്പിക്കുന്ന വഴിപാടാണ്. ദേവസ്വം ബോർഡ് വരുമാന മാർഗത്തിനായി കൂപ്പൺ വെച്ചുള്ള മറ്റ് രീതികളൊക്കെ അവലംബിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ ഇതാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയെക്കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ വള്ളം കടവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പോട്ട് പോയി അനായാസമായി വളച്ചിട്ടൊക്കെയാണ് വള്ളം കടവിന് ലക്ഷ്യമാക്കി നീങ്ങുന്നത്. നമ്മുടെ വള്ളം എത്തുന്നതിന് മുമ്പ് എത്തിയ ധാരാളം വള്ളങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദൂരത്തിനനുസരിച്ച് വള്ളങ്ങൾ പുറപ്പെട്ട് ഇവിടെ സദ്യക്കായി എത്തിച്ചേരും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം കിലോമീറ്ററുകൾ താണ്ടി വരേണ്ട വള്ളങ്ങളുണ്ടെങ്കിൽ ആ വള്ളങ്ങൾ ആറന്മുളയ്ക്ക് അടുത്തുള്ളൊരു കടവിൽ അടുപ്പിക്കും. അതിനുശേഷം അവർ അഷ്ടമിരോഹിണിക്ക് വന്നിട്ട് ആ വള്ളത്തെ കയറി ഭഗവാന്റെ അടുക്കിലേക്ക് എത്തും. അവർക്ക് അങ്ങ് ദൂരെ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി വരുമ്പോൾ വെള്ളക്കുറവും എല്ലാം ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ആ മാതിരിയുള്ള വള്ളങ്ങൾ ഇവിടെ അടുപ്പിച്ചിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ 52 കരകളും അഷ്ടമിരോഹിണി നാളിൽ ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ണാനായിട്ട് ആറന്മുളയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വള്ളം കരയിലേക്കെടുത്ത കാഴ്ചയാണ് കാണുന്നത്. ഇനിയിപ്പം മറ്റ് വള്ളത്തിനോട് ചേർന്ന് കെട്ടിയിടും. അതിനുശേഷമാണ് ആളുകൾ ഇറങ്ങുന്നത്. അങ്ങനെ കടവിലേക്കെടുത്ത എല്ലാ വള്ളങ്ങളും തങ്ങളുടെ കണ്ണനെ കൊണ്ട് വഞ്ചിപ്പാട്ടൊക്കെ പാടി സദ്യ ഉണ്ണാൻ പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ അഷ്ടമിരോഹിണി നാളിൽ നമുക്ക് എവിടെ നോക്കിയാലും കണ്ണനെ കാണാം. ഈ പറയുന്ന ഞാനും വീട്ടിലെ കണ്ണനാണ്. ഈ പറയുന്നതിൻ്റെയൊക്കെ പിന്നെ നേരിട്ട് കാണുമ്പോൾ തരേണ്ടവർ തന്നാൽ മതി. അപ്പോൾ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയവരെല്ലാം നമ്മുടെ കരയിലെ കണ്ണനെ കാത്തുള്ള നിൽപ്പാണ്. ഈ കണ്ണൻ വന്നിട്ട് വേണം വഞ്ചിപ്പാട്ടൊക്കെ പാടി മുകളിലേക്ക് പോവാൻ. അങ്ങനെ കടവിൽ നിന്നും ക്ഷേത്രത്തിനകത്തേക്കെത്തി ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം വെച്ചിട്ട് പറ നിറച്ചിട്ടൊക്കെയാണ് ഈ വള്ളത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ള പന്തലിൻ്റെ അടുത്തേക്ക് കടക്കുന്നത്. അങ്ങനെ നമ്മുടെ നെടുമ്പ്രയാർ കണ്ണൻ ആറന്മുള കണ്ണനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി സ്തുതിച്ച് അങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. വള്ളത്തിൽ വരാത്ത മറ്റ് ഭക്തർക്ക് വേണ്ടിയിട്ട് സദ്യക്കായി പ്രത്യേകം സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഭഗവാന്റെ പ്രസാദത്തിനായി ഓരോരുത്തർ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നടന്ന് നെടുമ്പ്രയാറിൻ്റെ പന്തലിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ ഓരോ കരക്കാർക്ക് വേണ്ടിയിട്ടുള്ള സദ്യ അവരുടെ പന്തലിൻ്റെ അടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അത് അതാത് കരക്കാരാണ് അവരുടെ തൊഴിച്ചിലുകാർക്കും ബാക്കി ഭക്തജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിളമ്പുന്നത്. പള്ളിയോട സേവാ സംഘവും മറ്റ് കരയിലെ ആളുകളെല്ലാം വിളമ്പാൻ വേണ്ടിയിട്ട് അവിടെയുണ്ട്. അതിനിടയിൽ മറ്റ് കരകളിലെ വള്ളങ്ങളൊക്കെ അടുത്ത് ആഘോഷപൂർവ്വമായി ഭഗവാനെ തൊഴാൻ വേണ്ടി പോകുന്നതൊക്കെ കാണാം. അങ്ങനെ ഓരോരുത്തർ പരസ്പരം സഹായിച്ച് വള്ളസദ്യ വിളമ്പുന്ന കാഴ്ചയാണ്. ഭക്തജനങ്ങളും വള്ളത്തിൽ വന്നവരൊക്കെ ആസ്വദിച്ച് ഭഗവാന്റെ പ്രസാദം ഉണ്ണുന്നു. ചിലർ കറികൾ കൊണ്ടുവന്ന പാത്രത്തിൽ ഉണ്ണുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ പിറന്നാൾ ദിവസം ഭഗവാന്റെ സദ്യ ഉണ്ണുക എന്നതിനപ്പുറം ലാവിഷായ ഒരു സദ്യ ആരും ആഗ്രഹിക്കുന്നില്ല. അനിയങ്ങളൊക്കെ പാത്രത്തിൽ സദ്യ ആസ്വദിക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇരുന്ന് സദ്യ കഴിച്ചു. ഇനി തിരികെ കരയിലേക്ക്. പണ്ടൊക്കെ സാധാരണ വെയിലൊക്കെ താന്ന് കുറച്ച് വൈകുന്നേരമൊക്കെ ആയതിനു ശേഷം മാത്രമേ തിരിച്ച് കരയിലേക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയത്തിന് വില കൊടുത്തും വീട്ടിൽ ചെന്ന ശോഭായാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കൊക്കെ ആയിട്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ചെന്നാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബോട്ടിൽ കെട്ടിവലിച്ചാണ് തിരിച്ച് കരയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത അഷ്ടമിരോഹിണിക്ക് കാണാം.